വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, സ്വർഗം നേടിയെടുക്കാനുള്ള, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. നിയ്യത്ത് വേണ്ടത് ഖൽബിലാണ്, മനസ്സിലാണ്. അപ്പോൾ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കാൻ മറ്റൊരു മാർഗമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. റമദാൻ നാം ക്ഷണിച്ചു വരുത്തുന്ന ഒരു അതിഥിയാണ്. അതിഥിയെ മാന്യമായ രൂപത്തിൽ സൽക്കരിക്കുക എന്നുള്ളത് ഏതൊരു മാന്യനായ വ്യക്തിയുടെയും അടയാളം. വിശുദ്ധ റമദാനിന് 2 മാസം മുമ്പ് തന്നെ നാം അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമ്മിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നാം ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ, റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിക്കണേ എന്ന് റജബ് പിറന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന റമളാനിനെ 2 മാസം മുമ്പ് തന്നെ അത് എത്തിക്കിട്ടാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ റമദാനിന് എത്രമാത്രം മഹത്വം ഉണ്ടായിരിക്കും. വിശുദ്ധ റമദാനിന്റെ മഹത്വം എന്താണ്? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമതായിട്ടുള്ള പ്രത്യേകത. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. വിശുദ്ധ റമദാൻ അതിന്റെ മഹത്വം അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അതിൽ അവതരിച്ചു എന്നുള്ളത്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ഖുർആൻ അവതരിച്ച ആ മാസത്തിന് മഹത്വം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ആരെങ്കിലും ആ പുണ്യമായ മാസത്തിൽ ഹാദിറായാൽ, ഒരുമിച്ച് കൂടിയാൽ, ആ മാസം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ഫല്യസുംഹു, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. അപ്പോൾ നോമ്പാണ്, വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് റമദാനിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതിന് വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്സൗമു ലീ, ഒരു ഖുദ്സിയായ ഹദീസിൽ മുത്തുനബി പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസ്സൗമു ലീ, നോമ്പെനിക്കുള്ളതാണ്, ഞാനാണ് ആ നോമ്പിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് റമദാനിൽ നിർബന്ധമായും ഒരു മനുഷ്യൻ ചെയ്യാനുള്ളത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് റമദാനിൽ നാം നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറാകണം. എല്ലാവരും തയ്യാറായിട്ടുണ്ടാകും, നോമ്പനുഷ്ഠിക്കും എന്നുള്ളതിന്റെ യാതൊരു സംശയവുമില്ല. റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ വേറെയും പല തീരുമാനങ്ങളും പല ഒരുക്കങ്ങളും നാം റമദാനിന് വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്, നാം ഒരുങ്ങേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, വിശുദ്ധ റമദാൻ ഒരു അതിഥിയാണ്. അതിഥിയെ പൂർണ്ണമായ രൂപത്തിൽ സൽക്കരിക്കാനും വരവേൽക്കാനും നാം നേരത്തെ പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ അതിഥി നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഒരു വീട്ടിലേക്ക് വിരുന്നിന് വേണ്ടി പോകുന്നു, ഒരു വീട്ടിലേക്ക് ആ വീട്ടുകാരെ സന്ദർശിക്കാൻ വേണ്ടി ഒരു അതിഥിയായി പോകുന്നു. അതേസമയം നാം അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ വീട്ടിലെ ചില ആളുകൾ സംസാരിക്കുകയാണ്, ഓ, ആ അതിഥിക്ക് ഇപ്പോഴാണോ വരാൻ കണ്ട സമയം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ എന്ന് തുടങ്ങി ആ വീട്ടുകാർ നാം വരുന്നതിൽ ഒരു വിഷമം അനുഭവിക്കുന്നത്
നമുക്കറിയാൻ സാധിക്കുകയാണ് എങ്കിൽ നമുക്കൊരിക്കലും തന്നെ ആ വീട്ടിലേക്ക് ഒരു നല്ല മനസ്സോടുകൂടെ കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ആ വീട്ടുകാർ നമ്മെ അത്രമാത്രം ഗൗനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാൻ കടന്നു വരുന്നതിനുള്ള സന്തോഷം നമുക്കുണ്ടായിരിക്കും. ഒരിക്കലും തന്നെ റമദാൻ ആണല്ലോ ഇനി വരുന്നത്, നോമ്പനുഷ്ഠിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാനസികമായി വിഷമിക്കുന്നവരാവാൻ പാടില്ല. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാൻ വരുമ്പോ വലിയ സന്തോഷമാണ് അവൻ ഉണ്ടാവേണ്ടത്. സൂഫിയാക്കളായ പല പണ്ഡിതന്മാരും റമദാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് തന്നെ റമദാൻ എത്താൻ വേണ്ടി ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് റമദാനാകുന്ന വിശിഷ്ടമായ ഒരു അതിഥി വരുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും ആ മാസം ഒന്ന് എത്തിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു, റമദാനിൽ നാം നിർബന്ധമായും ചെയ്യേണ്ട ഒരേ ഒരു കർമ്മം അത് നോമ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നോമ്പ്, നിർബന്ധമാക്കിയ നോമ്പ് നാം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ആ നോമ്പനുഷ്ഠിക്കൽ ഇഷ്ടമില്ലാത്തവർ, നോമ്പനുഷ്ഠിക്കുന്നതിനെ ബുദ്ധിമുട്ടായി കണക്കാക്കുന്നവരായിരിക്കും പലരും. റമദാൻ പിന്നീട് വന്നാൽ മതി, കുറച്ചും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറയാം, നോമ്പ് വളരെ ലളിതമാണ്, നോമ്പിന്റെ പ്രതിഫലം വളരെ വലുതാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ നമുക്ക് റമദാൻ പിന്നെയാകുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കേണ്ടതില്ല. റമദാൻ ഇങ്ങ് വരട്ടെ. റമദാനിൽ നമുക്ക് ഒരുപാട് നേടിയെടുക്കാനുണ്ട്. 11 മാസം നാം അമലുകൾ ചെയ്താൽ ലഭിക്കാത്ത വലിയ പ്രതിഫലമാണ് റമദാനാകുന്ന ആ ഒരു മാസത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് റമദാൻ വരുമ്പോ ഒന്നാമതായി നമുക്ക് ഉണ്ടാവേണ്ടത് മാനസികമായ ഒരു സന്തോഷം. റമദാൻ വരികയാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷവും ആവേശവും, ഈമാനികമായ ആവേശവും, അതുപോലെ തന്നെ റമദാനിൽ നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു പ്രതിജ്ഞയും തീരുമാനവും നല്ല ഒരു പ്ലാനിങ്ങും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ മുമ്പേ നാം തയ്യാറാക്കേണ്ടതുണ്ട്. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നിടത്ത് പരാജയപ്പെടുകയാണ് എങ്കിൽ യു ആർ പ്ലാനിങ് ടു ഫെയിൽ, നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നിടത്ത് പരാജയപ്പെടുകയാണ് എങ്കിൽ പരാജയപ്പെടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അത് ഏത് കാര്യം എടുത്തു നോക്കുകയാണ് എങ്കിൽ, ബിസിനസ് ആകട്ടെ, മറ്റു കച്ചവടങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഒരു യാത്രയാകട്ടെ, നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തിയാണ് എങ്കിൽ അത് വിജയിക്കും. ആ യാത്ര, ആ ബിസിനസ്, ആ കച്ചവടം അത് വളരെയധികം വിജയിക്കും. അതേസമയം ആ പ്ലാൻ ചെയ്യുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടാൽ, ആ പ്ലാൻ ചെയ്യുന്നിടത്ത് നിങ്ങൾ ഒരൽപ്പം പിറകോട്ട് പോയാൽ അത്ര തന്നെ വിജയിക്കുകയില്ല, വലിയ നഷ്ടമായിരിക്കും. അല്ലെ, ബിസിനസ് ചെയ്യുന്നിടത്ത് പലരും പ്ലാനിങ് ഇല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങും. അവസാനം വലിയ നഷ്ടത്തിലായി, വലിയ കടത്തിലായി, ടെൻഷനിലായി. യാത്ര ചെയ്യുന്നിടത്ത് പ്ലാൻ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഉള്ള പ്ലാനിൽ പരാജയപ്പെട്ടാൽ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും കൃത്യമായി പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും നന്നായി പ്ലാൻ വേണം. വിശുദ്ധ റമദാനും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ ഓരോ സെക്കൻഡുകൾക്കും വലിയ മഹത്വവും പ്രതിഫലവും നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അതിന് നല്ല പ്ലാനിങ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, റമദാനിൽ നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ആദ്യമായി നാം കൃത്യമായി നോട്ട് ചെയ്തു വെക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് നോമ്പാണ്. അത് നാം എന്തായാലും നോൽക്കും. ഒന്ന് നോമ്പ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഓതിയ ആയത്തിൽ പറഞ്ഞു, വിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ മഹത്വം ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് വിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ മഹത്വം. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യും. വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യേണ്ട മാസമാണ്.
റമദാൻ അല്ലാത്ത മാസത്തിൽ തന്നെ പാരായണത്തിന് വലിയ പ്രാധാന്യവും പ്രതിഫലവുമുള്ള വിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്ന റമദാനാകുമ്പോ അതിന്റെ പ്രതിഫലം വലുതാണ്. അതിന്റെ പുണ്യം എത്രയോ 10 മടങ്ങ് വർധനവുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ രണ്ടാമതായി നമുക്ക് വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യും. അതുപോലെ തന്നെ റമദാനിൽ ഒരുപാട് സുഹൃതങ്ങൾ നാം ചെയ്തെടുക്കേണ്ടതുണ്ട്. സ്വതക്ക ചെയ്യണം, മറ്റുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കണം, അറിവുകൾ ധാരാളം സമ്പാദിക്കണം, അങ്ങനെ തുടങ്ങി പല പുണ്യകർമ്മങ്ങൾ നമുക്ക് വിശുദ്ധ റമദാനിൽ ചെയ്യാനുണ്ട്. കേവലം നോമ്പ് മാത്രമല്ല, സുന്നത്തായ പല കർമ്മങ്ങളും ധാരാളം ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള, സ്വർഗം നേടിയെടുക്കാനുള്ള, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങുകൾ നമുക്ക് വേണം. ഞാൻ പറഞ്ഞു, ഒന്നാമതായി നമുക്ക് റമദാനിൽ ചെയ്യാനുള്ളത് നോമ്പാണല്ലോ. നോമ്പ് വളരെ ലളിതമാണ്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും പറയുന്നത് മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ഒരാൾ പകർത്തുകയാണ് എങ്കിൽ, ചെയ്യുകയാണ് എങ്കിൽ ആരോഗ്യപരമായി ധാരാളം ഗുണങ്ങളുണ്ട്. ഷുഗറും പ്രഷറും നോർമലാകാനും, കൊളസ്ട്രോള് കുറയാനും തുടങ്ങി ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പുകൾ നീക്കം ചെയ്യാൻ, അങ്ങനെ തുടങ്ങി പലതിനും നോമ്പ് എന്നുള്ളത് വളരെ ഉപകാരപ്പെടുന്നുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ആധുനിക വൈദ്യശാസ്ത്രം പോലും അത് വിളിച്ചു പറയുന്നു. അതുകൊണ്ടാണല്ലോ മുസ്ലിമീങ്ങളല്ലാത്ത പലരും, പല ഹൈന്ദവ വിശ്വാസികളും, അതുപോലെ തന്നെ മറ്റു പല മതവിശ്വാസികളും, മതമില്ലാത്തവർ പോലും നമ്മൾ അനുഷ്ഠിക്കുന്നത് പോലെയുള്ള നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അതുകൊണ്ട് നോമ്പ് വളരെ ലളിതമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. ആരോഗ്യപരമായി വളരെയധികം നല്ല പുരോഗതി നമുക്ക് നേടിത്തരുന്ന ഒന്നാണ് നോമ്പ്. പക്ഷേ മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേവലം ആരോഗ്യത്തിന് വേണ്ടിയല്ല നോമ്പ് നോൽക്കുന്നത്. എന്തിനു വേണ്ടിയാ നോമ്പ് നോൽക്കുന്നത്? നോമ്പ് നോൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ, ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫല്യസും. ആരെങ്കിലും വിശുദ്ധ റമദാൻ അവൻ ഹാദിറായാൽ, അവൻ ഒരുമിച്ച് കൂടിയാൽ, ആ റമദാനിൽ ഒരാൾ ആയുസ്സോടുകൂടെ ജീവിക്കുകയാണ് എങ്കിൽ, റമദാനിൽ ഒരാൾക്ക് ആയുസ്സുണ്ടാവുകയാണ് എങ്കിൽ, നോമ്പനുഷ്ഠിക്കാനുള്ള ആരോഗ്യ സ്ഥിതിയും ഉണ്ട് എങ്കിൽ അവൻ ഫല്യസുംഹു, നോമ്പനുഷ്ഠിച്ചുകൊള്ളണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നാം ചെയ്യേണ്ടത്. പക്ഷെ നോമ്പനുഷ്ഠിക്കുന്നിടത്ത് പലർക്കും പരാജയം സംഭവിച്ചു പോകുന്നു. അതിലൊന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ലക്ഷ്യം മറ്റു ചിലതാകും. അതാവാൻ പാടില്ല. നമ്മുടെ നോമ്പിന് നിയ്യത്ത് വെക്കാറുണ്ട്, നിസ്കാരത്തിന് നിയ്യത്ത് വെക്കാറുണ്ട്. എന്താണ്? നബൈതു സൗമ വദിനാൻ അദാഇ ഫർദി റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ലില്ലാഹി തആല എന്നുള്ള ഒരു വാക്ക് നോമ്പിനും അതുപോലെ തന്നെ നിസ്കാരത്തിന്റെയും ഒക്കെ നിയ്യത്തുകളിൽ നാം പറയാറുണ്ട്, മനസ്സിൽ കരുതാറുണ്ട്. അതായത് അല്ലാഹുവിന് വേണ്ടി. ഒരു മുസ്ലിമായ മനുഷ്യൻ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ആരാധനാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതെന്റെ റബ്ബിന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി എന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു കരുത്ത്, ഒരു നിയ്യത്ത് ഉണ്ടായിരിക്കും. എന്നാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതേസമയം ആ ഒരു നിയ്യത്തില്ലാതെ മറ്റു ലക്ഷ്യങ്ങൾക്കായാൽ, അതുകൊണ്ട് അള്ളാഹുവിന്റെ അരികിലുള്ള പ്രതിഫലം ലഭിക്കുമോ എന്നറിയില്ല. മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഒന്നാമതായിട്ടുള്ള ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്നോട് കൽപ്പിച്ചതാണല്ലോ, ആ കൽപ്പന ഞാൻ നിറവേറ്റും. അതിന് ശാരീരികമായ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കും. ആ ഒരു നിയ്യത്താണ് നമുക്ക് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. അത് നോമ്പിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു, നിസ്കാരത്തിന് വേണം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണം, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ലഭിക്കാൻ, അല്ലെങ്കിൽ മറ്റു പല ലക്ഷ്യത്തിനു വേണ്ടിയും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാവരുത്. ഒന്നാമതായി അല്ലാഹുവിന് വേണ്ടി എന്നുള്ള ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഇതാണ് നോമ്പെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള ഒന്ന്,
പ്രധാനപ്പെട്ട ഒന്ന് നോമ്പാണ്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നാം കർമ്മശാസ്ത്രപരമായി പറയുകയാണ് എങ്കിൽ നോമ്പിന് 2 ഫർളുകളാണ്. നമുക്കറിയാം, നിസ്കാരത്തിന് ഫർളുകളുണ്ട്, നിർബന്ധ ഘടകങ്ങളുണ്ട്. ആ നിർബന്ധ ഘടകങ്ങൾ ചെയ്താൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നോമ്പാവുകയുള്ളൂ. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകങ്ങളാകുന്ന 14 ഫർളുകൾ ചെയ്താൽ മാത്രമാണ് നിസ്കാരമായി തീരുകയുള്ളൂ. നിസ്കാരത്തിലെ 14 ഫർളുകളിൽ നിന്ന് ഒരാൾ റുക്കൂഅ് എന്ന് പറയുന്ന ഫർള് ഉപേക്ഷിച്ചാൽ അയാളുടെ നിസ്കാരം സ്വീകാര്യമല്ല. കാരണം നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകമാകുന്ന റുക്കൂഇനെ അയാൾ ഉപേക്ഷിച്ചു എന്ന്. നിസ്കാരത്തിന് 14 ഫർളുകൾ ഉണ്ട് എങ്കിൽ നോമ്പിന് വെറും 2 ഫർളുകളാണ് ഉള്ളത്. ഒന്ന് നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത്. ഇതാണ് രണ്ടാമത്തെ ഫർള്. നിയ്യത്ത് വളരെ ലളിതമാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള കരുത്താണ്, മനസ്സിൽ കരുതലാണ്, ഒരു തീരുമാനമെടുക്കലാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. നാവ് കൊണ്ട് അത് പ്രത്യേകം ഉച്ചരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ നാം നിയ്യത്ത് വെക്കുമ്പോൾ നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്ന് അറബിയിൽ പറഞ്ഞതിന് ശേഷം മലയാളത്തിൽ അതിന്റെ അർത്ഥം പറയും. എന്താണ് അർത്ഥം? നവൈതു എന്ന് പറഞ്ഞാൽ ഞാൻ കരുതി, സൗമ ഗദിൻ നാളത്തെ നോമ്പിനെ ഞാൻ കരുതി, അൻ അദാഇ ഫർളി റമളാനി റമളാൻ മാസത്തിലെ ഫർളായ അദാ ആയ നാളത്തെ നോമ്പിനെ നോൽക്കാൻ വേണ്ടി കരുതി. ഹാദിഹി സനതി, ഈ വർഷത്തെ. ആർക്ക് വേണ്ടി നോൽക്കാൻ കരുതി? ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി നോൽക്കാൻ കരുതി എന്ന് നാം നിയ്യത്ത് വെക്കും. അറബിയിൽ തന്നെ പറയണമെന്നില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതി. സാധാരണഗതിയിൽ നമ്മുടെ പള്ളികളിലൊക്കെ തറാവീഹിന് ശേഷം ഈ ഒരു നിയ്യത്ത് ഇമാമ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അറബിയിലും പറയും, മലയാളത്തിലും പറയും. ഇങ്ങനെ പറയൽ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അതേസമയം ഇത് മനസ്സിൽ കരുതുക എന്നുള്ളത് മനസ്സിൽ കരുതണം. കേവലം നാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രമായില്ല. അത് ഏത് നിയ്യത്തും, നിസ്കാരത്തിന്റെ നിയ്യത്താണെങ്കിലും നോമ്പിന്റെ നിയ്യത്താണെങ്കിലും നിയ്യത്ത് വേണ്ടത് ഖൽബിലാണ്, മനസ്സിലാണ്. അതുകൊണ്ട് നോമ്പിന് നിയ്യത്ത് വെക്കുമ്പോൾ, പ്രത്യേകിച്ച് തറാവീഹിൽ പങ്കെടുത്ത് പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും നോമ്പിന്റെ നിയ്യത്ത് അശ്രദ്ധമായി നാവുകൊണ്ട് ഇങ്ങനെ പറയുന്നവരുണ്ട്. അശ്രദ്ധമായി നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് നിയ്യത്താവുകയില്ല. മനസ്സിൽ കരുതണം. നാവുകൊണ്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും മനസ്സിൽ കരുതലാണ്. ഇതാണ് നിയ്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിയ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഷർത്താണ് അത്തബീത്. അതായത് രാത്രിയിലായിരിക്കണം നിയ്യത്ത് വെക്കേണ്ടത്. ശാഫിഈ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ നിയ്യത്ത് രാത്രിയിൽ വെക്കണം. അതായത് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെയും സുബ്ഹ് ബാങ്കിന്റെയും ഇടയിലുള്ള ആ ഒരു സമയം, ആ ഒരു സമയത്തായിരിക്കണം നിയ്യത്ത് വെക്കേണ്ടത്. എല്ലാ രാത്രിയിലും നിയ്യത്ത് വെക്കണം. ഒരു രാത്രിയിൽ നിയ്യത്ത് വെച്ചാൽ പോരാ, എല്ലാ രാത്രിയിലും നിയ്യത്ത് വെക്കണം. അതുകൊണ്ട് എല്ലാ രാത്രിയിലും നിയ്യത്ത് വെക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നിയ്യത്ത് വിട്ടുപോയാൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും. ഒരാൾ ഒരു രാത്രിയിൽ നിയ്യത്ത് വെക്കാൻ മറന്നുപോയാലോ, നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ അദ്ദേഹത്തിന് പിറ്റേ ദിവസം നോമ്പില്ല. കാരണം നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഫർള് നിയ്യത്താണ്. ആ നിയ്യത്ത് അയാൾ മറന്നുപോയി. എന്നാൽ നിയ്യത്ത് മറന്നുപോയതിന്റെ പേരിൽ നോമ്പില്ല എന്ന് കരുതി അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. കാരണം നിയ്യത്ത് മറന്നുപോയതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിന്റെ പേരിലോ നോമ്പെടുക്കാൻ കഴിവുള്ള ഒരാള് റമളാനിലെ നോമ്പ് അയാൾക്ക് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് ഇംസാഖ് നിർബന്ധമാണ്. ഇംസാഖ് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന്. അത് നിർബന്ധമാണ്. അതയാൾ ചെയ്തിരിക്കണം. അയാൾ നോമ്പുകാരനെ പോലെ നിൽക്കണം. ഇതിനാണ് ഇംസാഖ് എന്ന് പറയുന്നത്. അയാൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതെന്ത്? നോമ്പേതായാലും ഇല്ലല്ലോ. നോമ്പേതായാലും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചുകൂടെ, വെള്ളം കുടിച്ചുകൂടെ പറ്റില്ല. കാരണം വിശുദ്ധ റമളാൻ നാം ഓരോരുത്തരും ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട
നോമ്പെടുക്കേണ്ടതായ ഒരു മാസം. ആ ഒരു ദിവസത്തിൽ, ആ ഒരു മാസത്തിൽ വല്ല വിധേനയും നിയ്യത്ത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളെ കൊണ്ടൊക്കെ നോമ്പ് ഇല്ലാതെയായി പോയാലും അതുകൊണ്ട് ഈ വിഷയം നാം ശ്രദ്ധിക്കേണ്ടത്. നോമ്പ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യും? നോമ്പ് മറ്റൊരു മാസത്തിൽ റമദാൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഖളാ കിട്ടണം. റമദാൻ നോമ്പ് മറ്റൊരു മാസത്തിലോ മറ്റൊരു മാസത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം ഖളാ കിട്ടുകയാണ് എങ്കിൽ അയാൾക്ക് ഫർദ് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കും. റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. ഒരു നോമ്പിന് 70,000 ഒക്കെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന പ്രതിഫലം, റമദാൻ നോമ്പാണ് അയാൾ പിന്നീട് ഖളാ കിട്ടുന്നത് എങ്കിൽ പോലും പിന്നീട് അത് ഖളാ കിട്ടുമ്പോൾ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും. അതേസമയം നമുക്ക് നോമ്പ് നോൽക്കേണ്ട ബാധ്യത നിറവേറി. നാളെ പരലോകത്ത് പോയാൽ നീ എന്താ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാതിരുന്നത് എന്ന് ചോദിക്കുകയില്ല. കാരണം ആ നോമ്പ് അയാൾ ഖളാ കിട്ടിയിട്ടുണ്ട്. നോമ്പ് നോൽക്കാത്തതിന്റെ പേരിൽ കുറ്റക്കാരനാവുകയില്ല. കാരണം അയാൾ ആ നോമ്പ് ഖളാ കിട്ടിയിട്ടുണ്ട്. അതേസമയം റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലം അത്ര തന്നെ പ്രതിഫലം റമദാൻ അല്ലാത്ത മാസത്തിൽ റമദാൻ മാസം ഖളാ കിട്ടിയ നോമ്പ് കൊണ്ട് ലഭിക്കുകയും. അപ്പോൾ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കാൻ മറ്റൊരു മാർഗം ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. വിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ റമദാനിലെ എല്ലാ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കും. അത് ശാഫിഈ മദ്ഹബ് അല്ല. ശാഫിഈ മദ്ഹബ് പ്രകാരം റമദാനിലെ ഓരോ രാത്രിയിലെയും നിയ്യത്ത് നിർബന്ധമാണ്. ഓരോ രാത്രിയിലും നാളെ ഞാൻ നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്നുള്ള നിയ്യത്ത് നിർബന്ധമാണ്. അതേസമയം മാലിക്കി മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്. മാലിക്കി മദ്ഹബ് പ്രകാരം റമദാനിലെ ഒന്നാമത്തെ രാത്രി തന്നെ ഞാൻ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കുകയാണ് എങ്കിൽ അഥവാ വല്ല വിധേനയും ഏതെങ്കിലും ഒരു ദിവസം നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ അവിടെ ഏതായാലും നോമ്പില്ലല്ലോ, നിയ്യത്ത് പോയല്ലോ എന്ന് കരുതി ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റില്ല. അതുകൊണ്ട് നോമ്പുകാരനെ പോലെ നിൽക്കുമ്പോൾ ഈ ഒരു നിയ്യത്ത് മാലിക്കി മദ്ഹബ് പ്രകാരമുള്ള ആ ഒരു നിയ്യത്ത് നാം വെച്ചിട്ടുണ്ടെങ്കിൽ മാലിക്കി മദ്ഹബിന്റെ വീക്ഷണപ്രകാരം നമുക്ക് നോമ്പുണ്ട്, നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും. അതേസമയം ശാഫിഈ മദ്ഹബ് പ്രകാരം നമുക്ക് നോമ്പ് ലഭിക്കണമെങ്കിൽ നാം പിന്നീട് ഒരു ദിവസം ഖളാ കിട്ടിയാൽ മതി. എന്നിരുന്നാലും റമദാനിൽ നോൽക്കുന്ന ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. മാലിക്കി മദ്ഹബ് പ്രകാരമാണെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, തടിയുള്ള വല്ല വസ്തുവും അത് ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക, നോമ്പ് നോറ്റുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ടൊക്കെ നോമ്പ് മുറിയും. ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പകല് ചെയ്യാൻ പാടില്ല. നോമ്പ് മുറിയുന്നത് അപ്പോ ഒന്ന് നിയ്യത്ത്, രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ രണ്ടാമത്തെ ഫർള്. നോമ്പിന്റെ 2 ഫർള്. ഈ 2 ഫർളുകളും പാലിച്ചുകൊണ്ട് നോമ്പ് നോറ്റാൽ തന്നെ അൽഹംദുലില്ലാഹ് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അല്ലാഹു തആല നമ്മുടെയൊക്കെ നോമ്പ് സ്വീകരിക്കുമാറാവട്ടെ. അതേസമയം നോമ്പിനൊരു നിയ്യത്ത് മാത്രമാണോ ഉള്ളത്? അല്ല, നോമ്പിന് ഒരു റമദാനിൽ ഒരു നോമ്പ് എന്നുള്ളത് മാത്രമാണോ ഉള്ളത്? അല്ല. ഞാൻ പറഞ്ഞു, റമദാൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യേണ്ടതുണ്ട്. റമദാനിന്റെ ഒന്നാമത്തെ 10 ദിവസങ്ങൾക്ക്, രണ്ടാമത്തെ 10 ദിവസങ്ങൾക്ക്, മൂന്നാമത്തെ 10 ദിവസങ്ങൾക്കൊക്കെ പ്രത്യേകം മഹത്വങ്ങളുണ്ട്. അതിനൊക്കെ ധാരാളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിന്റെ പേരിലും നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ സ്വായത്തമാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റു ദിക്റുകൾ, സ്വലാത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ, അങ്ങനെ പലതും നോമ്പിന് വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകം അതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ നാം നേരത്തെ പ്ലാൻ ചെയ്ത് പൂർത്തിയാക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് റമദാനിൽ നാം ഒന്നാമത് ചെയ്യേണ്ടത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. പിന്നീട് നാം ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ പാരായണം. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളെല്ലാം നാം ഒരു കൃത്യമായി ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് റമദാനിന്റെ മുമ്പ് തന്നെ നാം ഒരുങ്ങുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ റമദാൻ എന്തുകൊണ്ടും അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ പറ്റുന്ന, സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു റമദാനാക്കി നമുക്ക് മാറ്റിയെടുക്കാം ഇൻഷാ അല്ലാഹ്. എന്തെല്ലാം പ്ലാനിങ്ങുകൾ നമുക്ക് ഈ റമദാനിന്റെ മുന്നേ അല്ലെങ്കിൽ റമദാനിന് വേണ്ടി നാം തയ്യാറാക്കേണ്ടതുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫാ നൽകണം റഹ്മാനെ. ഞങ്ങൾ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. വിശുദ്ധ റമദാൻ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും റമദാനിന് വേണ്ട രൂപത്തിൽ ആരാധനാകർമ്മങ്ങൾ ചെയ്ത് നിന്റെ പൊരുത്തം നേടിയെടുക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, നീ കടങ്ങൾ കൂട്ടിത്തരണം റഹ്മാനെ. മറ്റുള്ള പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട്, എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. വിവാഹപ്രായമെത്തി നിൽക്കുന്നവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണം റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, യോജിച്ച വീട് നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും മറ്റു ജീവിതോപാധി മാർഗങ്ങളിലുമെല്ലാം ഈ വലിയ ബറക്കത്തും പുരോഗതിയും നൽകണം റഹ്മാനെ. എല്ലാത്തിനും ഉപരി ആഖിബത്ത് നന്നായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് യഥാർത്ഥ മുഅ്മിനായി പൽവിലങ്ങി വിളങ്ങി മരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി